നമസ്കാരം. എൻ്റെ പേര് ജഷീല യാസിർ. ഞാൻ വയനാട് വൈത്തിരി സ്വദേശിയാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി കബ്സയാണ്. അപ്പം അറബി നാട്ടിൽ അവർക്ക് അധികം സ്പൈസി ആയിട്ടുള്ള കബ്സ ഫുഡൊന്നും അവർക്ക് അത്ര യൂസായിട്ടില്ല. അവർക്ക് എപ്പോഴും സ്പൈസ് കുറഞ്ഞ ഫുഡാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഉള്ള ബിരിയാണി വെച്ചു, കേരളത്തിലെ ബിരിയാണി നമ്മൾ കഴിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബിരിയാണിയും കഴിച്ചു. ഇനി നമുക്ക് അറബി ബിരിയാണി അഥവാ അറബി കബ്സ ആ റെസിപ്പി നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ പട്ട, ഏലം, കുരുമുളക്, ബേ ലീവ്സ്, കുറച്ച് മല്ലി, പച്ചമല്ലി, ഒരു കാട്ടേലം. ഇതാവുന്ന സമയം തന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കബ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളി വാടൽ, തക്കാളി വാടൽ അതൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർത്ത് ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. ഉള്ളി ഒന്ന് ആ ഒരു പച്ചപ്പ് മാറാൻ അധികം വാടണ്ട, ഒന്ന് ചൂടായി ഒന്ന് പച്ചപ്പ് മാറുമ്പോൾ നമുക്കതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ചീറലിട്ടിട്ട് ഇട്ട് കൊടുക്കാം. മുറിച്ച് പീസാക്കണം എന്നില്ല, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 6 പീസ് ചിക്കനാണ്, അതുപോലെ 1 കപ്പ് അരിയും. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പം റെസിപ്പി എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം നമ്മൾ എടുത്തു വെച്ച തക്കാളി പേസ്റ്റ് ഈ ഒരു ഉള്ളി ഒക്കെ വാടി വന്ന ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കബ്സ മസാല ഇട്ട് കൊടുക്കുക. ഇത് ഒരു പാകത്തിന് വേണം. ഈ മസാല കൂടിയാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോവും. കാരണം അത്രയ്ക്ക് മസാലയുള്ളൊരു കബ്സയല്ല ഇത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നോർമൽ മസാലയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ മസാല ഇട്ട് ഈ ഒരു കബ്സ നമുക്ക് മടുപ്പ് പിടിക്കുന്ന രീതിയിലല്ലാതെ നോർമൽ രീതിയിൽ ആവശ്യത്തിനുള്ള മസാല മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി കബ്സ കഴിക്കാൻ പറ്റും. 2 ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എടുത്ത് വെച്ച ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഏകദേശം ഇതുപോലെയൊക്കെ ഇടാം, ചെറുതാക്കണമെന്നില്ല. ഈ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഹലോ, ഹായ് മാം. വയനാടുകാരിക്ക് എപ്പോഴും ടെൻഷനാണ്. അതായത് ഒരു പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ, അല്ലെ ഏറ്റവും നന്നായിട്ട് ചെയ്യണം, വേഗം ചെയ്യണം. ഓക്കെ. ഇന്ന് കുറച്ചും കൂടി ഒക്കെ കറക്റ്റ് നേരത്തെ കബ്സ തന്നെയല്ലേ? കബ്സ അറബിക് കബ്സ, ഒരു സൗദി കബ്സ, ഒരു അറബിക് കബ്സ. ജ്യൂസി ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് കുരുമുളക്, പച്ചമല്ലി, ആ ഒരു രീതിയിൽ കറാമ്പൂ, ഏലം, കാട്ടേലം, അങ്ങനെ നമ്മൾ പറയാം. അങ്ങനെയാണ് കാട്ടേലം, ഏലം, ബേലീസ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് കൂടുതൽ എന്താ പറയുക മസാലകൾ കൂടുതൽ കുറച്ച് നമ്മുടേതായ രീതിയിൽ കബ്സ ഒരുപാട് മസാലകൾ ഉണ്ടാവാറില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിൽ കൂടുതൽ മസാല ചേർക്കില്ല, സ്പൈസി ഇല്ല. പക്ഷേ ഈ ഒരു ജ്യൂസി ആയിട്ട് നല്ല കുഴഞ്ഞ് അതിന് വേണ്ട ചമ്മന്തിയും ചുവന്ന മുളകും ഒക്കെ ഇട്ടിട്ട് നല്ല വയറ്റി നമ്മൾ ഗ്യാസിൽ ഇങ്ങനെ അടുപ്പിൽ ചുട്ടെടുക്കും മുളക്. ഇപ്പം നമുക്കതല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഓയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് പുളിയും ഷുഗർ ഒക്കെ കൂടി ആയിട്ടൊരു നല്ല അതിന് ചേർന്നൊരു ചമ്മന്തി, പിന്നെ ഒരു സോസും തയ്യാറാക്കിയിട്ടുണ്ട്. ചട്നി, പുതിന, മല്ലിച്ചപ്പ്. അറബി കബ്സ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു കുക്കർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ വേറെ കുക്കറുണ്ട്, അതിലാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതാവുമ്പോൾ നമുക്ക് റൈസും ചിക്കനാണെങ്കിൽ ചിക്കൻ, മട്ടനും ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ബീഫും മട്ടനും വേവിച്ചതിന് ശേഷം വേണം അരിയിടാൻ. പക്ഷേ ഇത് നമുക്ക് ചിക്കനിൽ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനും റൈസും ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ കുക്കർ ഇവിടെ ഈ ഒരു കറണ്ട് അടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം നോർമൽ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ച അരി ഒന്ന് കഴുകിയെടുക്കാം.
ഒരു വിസിലടിച്ച് നമ്മൾ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ടാവും ചിക്കന്. ഒരു വിസിൽ മതി. ബാക്കി നമ്മൾ റൈസ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് ചിക്കൻ. അപ്പോൾ നമുക്ക് ഇത് വെന്തത് നോക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഈ റൈസിൽ ഈ ചിക്കനും ഒന്നിച്ച് കിടന്ന് വേവണം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം, ചൂടുവെള്ളം എടുത്താലും കുഴപ്പമില്ല, പച്ചവെള്ളം എടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഇതിലായതുകൊണ്ട് തന്നെ വേഗം തിളയ്ക്കും. കരണ്ടടുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതൊരു 3 വിസിൽ മതി. അങ്ങനെ നമ്മൾ അങ്ങനെ സെമി ഫൈനൽ റൗണ്ടിലെത്തി. ഈ സെമി ഫൈനൽ ആയപ്പോഴാണ് ഇവർ കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്നത്. സാധാരണ സെമി ഫൈനലും ഫൈനലും ഒക്കെ ടെൻഷൻ കറങ്ങേണ്ട സമയമാണ്. കഴിഞ്ഞ പായസ റാണിയിൽ തന്നെ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാവരും വളരെ കൂളാണ്. പക്ഷെ അതിൽ വേറൊരു ട്രിക്ക് ഉണ്ട്. ദാറ്റ് ഈസ് എല്ലാവരും ഒരേ കാര്യമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് അല്ലേ കയറുള്ളൂ. മന്തി തന്നെ പല മന്തിയുണ്ട്, കപ്സ ആണെങ്കിലും പല രീതിയുണ്ട്. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. കൃഷിയുടെ അഭിപ്രായം എന്താണ് മന്തി, കപ്സ മുതലായ ഫുഡിനെ കുറിച്ച്? ഈ ബിരിയാണി പൂർണ്ണമായി സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പരിധിവരെ മന്തിയുടെ ഒരു ടേസ്റ്റ് കുറച്ച് ഡൗൺ ആയിരിക്കും. എന്നാലും ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്ത. അതെ അതെ. പിന്നെ മാത്രമല്ല ഇപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ മൂവിങ് എന്ന് പറഞ്ഞാൽ മന്തി ഉണ്ടോന്ന് ചോദിക്കുന്നത് എല്ലായിടത്തും. അതെ, മന്തി കടകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആൻഡ് കപ്സ ആൻഡ് മന്തി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മന്തി നമ്മൾ റൈസ് വേറെ വേവിച്ച് സെപ്പറേറ്റ് ആണ്. അതുപോലെ അതിലേക്ക് നമ്മൾ ഇപ്പം വരുന്ന പെപ്പർ ചിക്കൻ അല്ലെങ്കിൽ ഹണി ചിക്കൻ, പെരി ചിക്കൻ, ഓക്കെ, അതെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കായാലും ഇഷ്ടം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹണി ചിക്കൻ ആക്കി കൊടുക്കും, വലിയൊരു കഴിക്കുമ്പോൾ പെരി പെരി ആയിരിക്കും, സ്പൈസി ആയിരിക്കും. നല്ല നല്ല ഫ്ലേവറാണ്. ഇപ്പൊ ഈ പെരി പെരി ചിക്കൻ ഈ അറബിക് ഇൻഫ്ലുവൻസ് വന്നുകൊണ്ട് ഇന്ത്യൻ ഫുഡിലും തന്തൂരി ഫുഡിലും ഒക്കെ പെരി പെരി തന്തൂരി, പെരി പെരി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ബിരിയാണി ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് കുഴിമന്തി ഉണ്ടോ, പെരി പെരി മന്തി ഉണ്ടോ. നമ്മൾ കൂടുതലായിട്ട് അതാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കബ്സ വരുമ്പം അത് അറബിക് കബ്സ ആകുമ്പം സ്പൈസി ഇല്ലാതെ നല്ല ജ്യൂസി ആയിട്ട് അത് ചിക്കനാണെങ്കിൽ ചിക്കൻ, മട്ടനാണെങ്കിൽ മട്ടൻ, ബീഫാണ് അത് ഏതിൽ വേണം ചെയ്യാം. നമുക്ക് ഒരേ മസാലയിൽ തന്നെ 3 ചെയ്യാം, എല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചിട്ടിട്ട് ആ ഒരു ഇത് ചിക്കനിലാണെങ്കിൽ നമുക്ക് കൂടെ റൈസ് ഇട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ മട്ടനും ബീഫും ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ആയിട്ട് വേണം നമുക്ക് റൈസ് ചെയ്യാം. സ്റ്റോക്കിൽ കിടന്നായിരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നും കണ്ടും നോക്കിയും എല്ലാം പഠിച്ചൊരു ഐറ്റമാണ്. ഈ മന്തി എങ്ങനെയാണ് പഠിച്ചെടുത്തത്? മന്തി ഞാൻ പഠിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എന്താ പറയുക, ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് വന്നതും നമ്മൾ ഓരോ റെസിപ്പി കണ്ട് അത് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് ഓരോന്ന് നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതാണെങ്കിൽ കൂടിയിട്ട് എൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കഴിച്ചിട്ടുണ്ട്, നമ്മൾ സൗദി പോയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടേസ്റ്റും നമ്മൾ പോയിട്ട് നമ്മളത് മട്ടനൊക്കെ അവിടെ വെച്ച് ഒന്നിച്ച് ഒരു ഇതിൽ വെച്ച് അത് നമ്മൾ അങ്ങനെയാണ് കഴിച്ചത്. അതെ അതെ. അതിങ്ങനെ നമ്മൾ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എനിക്കത് കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് പേടിയായിരുന്നു. ആ തലയാകുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അത് സെപ്പറേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ആദ്യം അത് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം പറഞ്ഞിട്ടെങ്കിൽ ഈ കപ്സൻ്റെ ഒന്നും ചിക്കനെ കാണുമ്പോൾ വെള്ള കളർ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതിലൊരു കളർ നമ്മളെപ്പോഴും സ്പൈസി ആയിട്ട് ആ റെഡ് കളറിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ കുറേ കഴിക്കാറുണ്ട്. അതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ. പക്ഷേ ഇപ്പം അത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം അതാണ് ഇഷ്ടം. ഇപ്പം അതാണ് ഇഷ്ടം. പക്ഷേ ഈ മന്തിയാണെങ്കിലും ഇതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് റൈസിലേക്ക് വരുന്ന ട്രഡീഷണൽ വേയിൽ വയ്ക്കുമ്പോൾ ആ ഒരു രീതിയിലല്ലേ കുഴിക്കകത്ത് വെച്ചിട്ട്. അതെ അതെ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് സെപ്പറേറ്റ് ആണല്ലോ, സെപ്പറേറ്റ് ആണ്. പക്ഷെ ആ സ്റ്റോക്ക് അതിനകത്തേക്ക് വീഴുന്നുണ്ടാകുമല്ലോ. ഇത് നമ്മള് ആയിട്ട് നല്ല 3 കരുതിയിട്ടുണ്ട് തോന്നുന്നല്ലേ? 3 ടൈപ്പ് ഓഫ്. അതെ, 2 കൊണ്ടുവന്നത്? ഇല്ല, ഇതോ അത് നമ്മൾ ചട്നി നമ്മൾ സ്പൈസി ആയിട്ടും നല്ല ചുട്ട ചുവന്ന മുളക് ചില്ലി, റെഡ് ചില്ലിയും വെച്ചിട്ട് നല്ല ചെറിയ ഉള്ളി, പുളി, ഷുഗർ, വിനാഗർ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി വലിയ തയ്യാറെടുപ്പിലാണ്. പിന്നെ അത് സോസ്, തക്കാളി, മല്ലിച്ചപ്പ്, അതിൻ്റെ മുളക് എല്ലാം കൂടി നല്ലപോലെ
അറബി കബ്സ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ അറബി കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ വേവൊക്കെ പാകത്തിനായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി, വെള്ളമൊന്നുമില്ല, കറക്റ്റ് ഒരു ആ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അതിൽ വെച്ച് നമ്മൾ തട്ടി കൊടുക്കണം. ഇതിങ്ങനെ തന്നെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുമ്പം ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും. ഇനി ഇത് നമുക്കതിലേക്ക് മാറ്റിയിട്ട് നോക്കാം. കറക്റ്റ് വെള്ളവും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ കപ്സ് നമുക്ക് റെഡിയാവും. എവിടെയും കുക്കറിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാം. ഇത് എൻ്റെ ഒരു സ്വന്തം റെസിപ്പിയാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള, ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫുഡ് നിങ്ങൾ തയ്യാറാക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കപ്സ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.